എല്ലാവർക്കും നമസ്കാരം. സാധാരണഗതിയിൽ ആൾക്കാർക്ക് അറിഞ്ഞൊന്ന് ഡാൻസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മദ്യം കഴിക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് വേണം എന്നൊക്കെയാണ്. ഇത് മദ്യപിക്കാത്ത, ഡ്രഗ്സ് കഴിക്കാതെയൊക്കെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി കൂടിയാണ് മിത്രത്തെ ഈ ഓണസദ്യക്ക് ശേഷം നിറവയറോടുകൂടി ആൾക്കാർ ഇങ്ങനെ അവരുടെ ശരീരം കളിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതമാകണം ലഹരി. എല്ലാവർക്കും നമസ്കാരം. മിത്രകുലത്തില് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഇത് സെപ്റ്റംബറിലെ രണ്ടാമത്തെ ശനിയാഴ്ച, ഒന്നാം ഓണമാണ്. ഇന്ന് നമുക്ക് ഓണസദ്യ ആക്കാന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി. സാധാരണ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ എവിടെന്നെങ്കിലും സദ്യ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടാവുന്നതാണ്. അങ്ങനെയല്ല. ഇന്നലെ ഒരു 9 മണി മുതൽ തുടങ്ങിയ പരിപാടിയാണ്. അത് രാത്രി 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അഞ്ജന മേഡവും പിന്നെ ജോഷി ചേട്ടനൊക്കെ കിടന്നത്. 1 മണി വരെ പണിയായിരുന്നു. 2 മണി ആയതിന് കിടന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വീണ്ടും എഴുന്നേറ്റ് പണി തുടങ്ങി. അപ്പൊ രാവിലെ നമ്മുടെ സന്തോഷ് കണ്ടനാടിന് സന്തോഷ് വന്നിരുന്നു. സന്തോഷ് കുറച്ചും കൂടി. പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു ചേർന്ന് അങ്ങനെ ഉണ്ടായതാണ് ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. മിത്രകുലം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് മിത്രകുലം കമ്മ്യൂൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മിത്രകുലം കമ്മ്യൂൺ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഒരുമിച്ച് താമസിക്കുന്ന ഇടമാണ്. ഇവിടെ ആണുണ്ട്, പെണ്ണുണ്ട്, ട്രാൻസ് ഉണ്ട്, സിംഗിൾ പേരന്റ് ഉണ്ട്, ലിവിങ് ടുഗദർ ഉണ്ട്, LGBT ഉണ്ട്, സീനിയർ സിറ്റിസൺ ഉണ്ട്, മാരീഡ് ഉണ്ട്, ഡൈവോഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ലേബിൾ ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ എല്ലാത്തിനും മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഇടമാണ് മിത്രകുലം. ആ മിത്രകുലത്തില് നമ്മൾ ഡൊണേഷൻസ് സ്വീകരിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിചാരിക്കുകയാണ്. പകരം നമ്മൾ എന്തെങ്കിലും ഒരു അധ്വാനത്തിൽ നിന്ന് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ടിവിറ്റി അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇന്നിവിടെ ഈ സദ്യ ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, എനിക്കൊന്ന് ഒരു 250 രൂപ കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പേ ചെയ്യാം. ആരെയും നമ്മൾ നിർബന്ധിക്കത്തില്ല. ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പേ ചെയ്യാം, അത്രേ ഉള്ളൂ. അത് ഒരു ബോക്സോ എല്ലാം വെക്കാം. കാരണം ഇത് ഒറ്റയ്ക്ക് താങ്ങുക എന്ന് പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ ആരെയും നിർബന്ധിക്കത്തില്ല, ആരോടും വന്ന് ചോദിക്കത്തുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. 250 മുതൽ ഈ ആർക്കെങ്കിലും ഇടാത്ത ഒരാൾക്ക് പകരം അതൊക്കെ ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഫ്രീഡമാണ്. ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഒന്നിട്ട് പുതിയ സംഭവങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ചാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ ക്രിസ്മസിന്റെ സീസൺ വരാൻ പോവാണ്. അപ്പം ഈ ക്രിസ്മസ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ആണ്. അപ്പൊ ക്രിസ്മസ് സ്റ്റാറിന്റെ LED വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കോഴ്സ് നമ്മൾ തുടങ്ങാൻ പോകുന്നുണ്ട് ജോസറെ. അതേപോലെ LED മാലയില്ലേ, ഇപ്പൊ പുറത്ത് കിടക്കുന്ന അതുപോലത്തെ എന്താ പറയാ, സീരിയൽ മാല എന്ന് പറയും. അത് കൂട്ടും നമ്മൾ നിലവിൽ വെച്ചിരിക്കുന്ന കോഴ്സിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പൊ ഇൻവെർട്ടർ LED, റെഗുലർ LED, ഡ്രൈവർ LED, സെൻസർ LED, അതിന് പുറമെ ക്രിസ്മസ് ലാമ്പ്, അതുപോലെ തന്നെ ഈ സീരിയൽ ബൾബ് പോലത്തെ LED, അതും നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് ഒരു കാര്യം. ഈ ചെയ്യുന്നതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശീലനം തരും, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കും, അതിന്റെ മെറ്റീരിയൽ തരും. നിങ്ങൾക്ക് വിൽക്കാൻ പറ്റാത്ത നമ്മൾ തിരിച്ചെടുക്കാം. ക്രിസ്മസിന്റെ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നത് അത് നിങ്ങൾ തന്നെ കണ്ടെത്തി വിൽക്കണം. ബാക്കി നോർമൽ LED, ഡ്രൈവർ LED, ഇൻവെർട്ടർ LED, സെൻസർ, ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് അസംബിൾ ചെയ്തിട്ട് വിൽക്കാൻ സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ആർക്കും പഠിക്കാം. കുട്ടികൾക്ക് എല്ലാം ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റും. അത് എല്ലാം തന്നെ ജനമനക്ക് പണം കൊണ്ടുകൂടെ എത്രയോ ബൾബ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കത്ത് കിടക്കുന്ന അഞ്ചനാമ ഉണ്ടാക്കിയാണ്, രാജീവ് സാർ ഉണ്ടാക്കിയാണ് അവിടെ കിടക്കുന്നത്. അവർക്കൊന്നും ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ അല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയും നമുക്ക് പഠിപ്പിക്കാം. വേറെ ഒരെണ്ണം നമ്മൾ ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു ദിവസം നമ്മൾ നടക്കാൻ പോവാ, എറണാകുളത്തോട് നടക്കാൻ പോവാ. ഇനി എല്ലാ മാസവും ഉണ്ടാകും. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ മിത്രത്തിൽ തുടങ്ങിയിട്ട് മിത്രത്തിൽ അവസാനിക്കുന്ന നടപ്പാണ്. അതിനിടയ്ക്ക് ചില പ്രത്യേക ഷോപ്പുകൾ, ചില കാണുന്ന ചില സ്ഥലങ്ങൾ വഴിയായിരിക്കും. നമ്മൾ അവിടെ പോകുന്നു, ആ ഷോപ്പിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. ആ ഷോപ്പുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ചെയ്യുക. അപ്പൊ ഇതിന് എത്ര പേര് തൃപ്പൂണിത്തുറയിൽ ഒരു 1 ലിറ്റിൽ എർത്ത് എന്ന് പറയുന്ന കട കേട്ടിട്ടുണ്ട്? ആ കടയുടെ പേര് 1 ലിറ്റിൽ എർത്ത്. അതെ. അപ്പൊ അത് വളരെ പ്രത്യേകമുള്ളൊരു ഷോപ്പാണ്. അതിന്റെ പുറമെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അവർ ചെയ്തു വന്നതിന് പുറമെ. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജോൺ ജോസഫിന്റെ മില്ലറ്റ്സ് ആൻഡ് ഓർഗാനിക്സ്, അല്ലെങ്കിൽ സത്യാഹാര, പാലാരോട് സത്യാഹാര,
ഒരു തരി പ്ലാസ്റ്റിക് പോലും ഇല്ലാത്ത 3 കടകളുണ്ട് എറണാകുളം ജില്ലയിൽ. ആദ്യം തുടങ്ങിയത് കോലഞ്ചേരിയിലാണ് 7-9 ഗ്രീൻ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിങ്ങൾക്ക് ഒരു സാധനം പോലും, ഒരു കവറിൽ പോലും പ്ലാസ്റ്റിക് ഇല്ല. നിങ്ങൾക്ക് ഗ്ലാസ്സിലാണ് ഡിസ്പെൻസ് ചെയ്ത് തരിക. അപ്പം അതിനുശേഷം രണ്ടാമത്തത് തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട് തുടങ്ങി, മൂന്നാമത്തെ പനമ്പള്ളിയിൽ തുടങ്ങി. ഇവിടെ ഒന്നും ഒരു പ്ലാസ്റ്റിക് പൗച്ച് പോലും ഇല്ല. മുളക് പൊടി എന്ത് സാധനമാണെങ്കിലും അവർ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ തരും. പാലാണെങ്കിൽ എല്ലാം ഡിസ്പെൻസ് ചെയ്ത് തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിൽ കൊണ്ടുവരില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ബോട്ടിൽ തരും. അവിടെ സീഡ് പെന്മാർ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ട്, ഒറിജിനൽ സാധനങ്ങൾ. അപ്പൊ പനം കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ കൽക്കണ്ടത്തിന് നിറം പൂശേണ്ടവർക്ക് അറിയാം. കിലോയ്ക്ക് 100 രൂപയ്ക്ക് നിങ്ങൾ മേടിക്കുന്നത് പനം കൽക്കണ്ടമല്ല. ഒറിജിനൽ പനം കൽക്കണ്ടം നിങ്ങൾക്ക് അവർക്ക് വിൽക്കാൻ പറ്റില്ല, 800 കിലോ. അപ്പം നിങ്ങൾ പനം കൽക്കണ്ടം മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് അവർ ഒറിജിനൽ ആണെന്ന് പറയും. കിലോയ്ക്ക് എത്ര വിലയെന്ന് ചോദിക്കാം, അവർ പറയും 100 രൂപ അല്ലെങ്കിൽ 150 രൂപ. അത് കൽക്കണ്ടത്തില് കളർ മുക്കിയതാണ്. പനം കൽക്കണ്ടം നിങ്ങൾ കഴിക്കണമെങ്കിൽ ഇങ്ങനെ സ്ഥലങ്ങൾ പോകണം. ഇങ്ങനെയൊക്കെ കുറെ മനുഷ്യന്മാര് അധ്വാനിച്ചുണ്ടാക്കിയ കുറെ സ്ഥലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നതായിരിക്കും ഒരു ആക്ടിവിറ്റി. അതിനൊപ്പം നമ്മൾ ഒരുമിച്ച് നടക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മള് മിത്രവൃത്തിന്റെ ഒരു ബാഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മിത്രവൃത്തിന്റെ ടീഷർട്ട് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് പോകുന്ന സമയത്ത് അത് മാത്രമാണ് ആകെ ചെയ്യാൻ വിചാരിക്കുന്നത്. അങ്ങനെ അന്ന് പോകുന്ന സമയത്ത് വർത്താനം പറയുക, ആൾക്കാർ തമ്മിൽ പരിചയം ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ നിങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കും. ഒക്ടോബറിൽ വലിയ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും. ആ ശനിയാഴ്ചകളല്ല, സെക്കൻഡ് സാറ്റർഡേ മുതൽ ഇവിടെ ഉണ്ടാകും. അപ്പൊ ആർക്ക് വേണമെങ്കിലും വരാം, പഠിക്കാം, ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ച് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് മെറ്റീരിയൽ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇവിടെ പറയാൻ വിചാരിക്കുന്നത്. ബാക്കി മിത്രവൃത്തിയെ സംശയങ്ങൾ അതിലിട്ട് ചോദിക്കാം. ഇതൊരു പരീക്ഷണമാണ്. മനുഷ്യന്മാർ ഒരുമിച്ച് താമസിച്ച് സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം. ഇത് വിജയിച്ചെന്നോ പരാജയപ്പെട്ടെന്നോ ഒന്നും പറയാൻ നമ്മൾ ആരുമല്ല. ഇതൊരു പരിശ്രമം. അതുപോലെ 21, 22, 21 കമ്പാഷേറ്റ് കമ്പൈനർ കോഴ്സ് ഓഗസ്റ്റ് 22-ാം തീയതി മനോരമ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നല്ല പ്രായം എന്ന് പറയുന്ന പങ്ക്തിയുണ്ട്. ഓഗസ്റ്റ് 22 വ്യാഴാഴ്ചത്തെ മനോരമ പത്രം. അതിനകത്ത് നല്ല പ്രായം എന്ന് പറഞ്ഞ് സീനിയർ സിറ്റിസന് വേണ്ടിയിട്ട് പങ്ക്തിയുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മിത്രകുലത്തെ കുറിച്ച്, മിത്രകുലം നടത്തുന്ന ഈ കമ്പാഷൻ കമ്പൈനർ കോഴ്സിനെ കുറിച്ചാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. രാജേഷ് സാർ ഇവിടെ ഉണ്ടല്ലോ അല്ലെ പത്രം. അപ്പൊ ആരെങ്കിലും പത്രം കണ്ടിട്ടില്ലെങ്കിൽ അത് വായിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ അത് ഉണ്ടാകും. അപ്പം മുതിർന്നവരെയും മറ്റുള്ളവരെയും ക്ഷമയോടെ കേൾക്കാൻ, അവരോട് കരുണയോടെ പെരുമാറാൻ, അവർക്ക് പുതിയ ടെക്നോളജിയും ഉപകരണങ്ങളും ഗാഡ്ജറ്റ്സും പഠിപ്പിക്കാൻ, അവരെ ജനറേഷൻ ഗ്യാപ്പ് മാനേജ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടി കുറെ മനുഷ്യന്മാരെ ഉണ്ടാക്കിയെടുക്കേണ്ട പരിശ്രമമാണ് കമ്പാഷൻ കമ്പൈനർ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോഴ്സ് നിലവിൽ 2 ബാച്ച് കഴിഞ്ഞു. മൂന്നാമത്തെ ബാച്ച് കമ്പാഷൻ കമ്പൈനർ കോഴ്സ് 3 ബാച്ച് കഴിഞ്ഞു. 4ാമത്തെ ബാച്ചാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. ഓരോ ബാച്ചിലും 10 പേർക്കാണ് പ്രവേശനം. അത് ഇവിടെ താമസിച്ചാണ്, അടുത്തുള്ളവർക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം. പക്ഷെ സാധാരണ താമസിച്ചാണ് വർക്ക് നടക്കുക. അവർ ഇഷ്ടം ഇതുപോലെ കേരളത്തിൽ നടക്കുന്ന ഒത്തിരി ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ട്. ഇപ്പം ക്യാമ്പസുകളിൽ വയലൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സീറോ വയലൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് വരുന്നുണ്ട്. അതിന്റെ മാസ്റ്റർ കോച്ചിങ് തുടങ്ങാൻ പോവാണ്. മിക്കവാറും ഈ സെപ്റ്റംബർ 27, 28 തീയതികളിലായിരിക്കും അതിന്റെ ഫസ്റ്റ് മാസ്റ്റേഴ്സ് ട്രെയിനേഴ്സിന്റെ ക്യാമ്പ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം ട്രെയിനേഴ്സിനെ കണ്ടെത്തിയിട്ട് ഇവര് മാസ്റ്റർ ട്രെയിനേഴ്സ് അവരെ ട്രെയിൻ ചെയ്യും. അതിനുശേഷം അത് ക്യാമ്പസുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നതിനായിരിക്കും ഉണ്ടാവുക. അത് ഹ്യൂമനിസ്റ്റ് മൂവ്മെന്റ് ആണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഹ്യൂമനിസ്റ്റ് മൂവ്മെന്റ് കീഴിലുള്ള ദ വേൾഡ് വിത്തൗട്ട് വാർ ആൻഡ് വയലൻസ് എന്ന് പറയുന്ന സംഘടനയാണ് അത് കോർഡിനേറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ മനുഷ്യന്മാർക്ക് നന്മയുള്ള, സന്തോഷമുള്ള, ആരോഗ്യമുണ്ടാക്കുന്ന എന്തിന്റെയും കൂടെ നമ്മൾ ഉണ്ടാവണം. അത് നമുക്കെന്ത് കിട്ടുമെന്നല്ല, നമുക്കെന്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കേണ്ടത്. അപ്പം മിത്രകുലത്തിന്റെ സ്പേസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ തമ്മിൽ കൂട്ടിയിണക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ഇനി ഓരോരുത്തർക്ക് സംസാരിക്കാനുള്ള സ്പേസ് ആണ്. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളെ പരിചയപ്പെടുത്തണം. നമ്മൾ ഇത്രയും കാലം കൊണ്ട് നിങ്ങളുടെ അനുഭവവും അറിവും വെച്ച് നിങ്ങൾ ആർജിച്ചെടുത്തിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതുണ്ട്. തുറന്നിരിക്കുന്നവർക്ക് അത് കിട്ടണം. അതിനുള്ള സ്പേസ് ആണ് മിത്രകുലം. അപ്പൊ എന്റെ പേര് അനിൽ ജോസ് എന്നാണ്. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്. അലോപ്പതി മേഖലയിലുള്ള ഡോക്ടർമാരുടെ പരിശീലനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ പേര് വെച്ചൊരു കാരണം ചെയ്യുന്നു, ആൾക്കാർ ഒരുമിച്ച് കൂട്ടുന്നു. ആൾക്കാർ തമ്മിൽ എന്തായി ചെയ്യുന്നതിന് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്നു.
അപ്പം ഈ മിത്രവില കമ്മ്യൂണിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിലോ വീക്കിലി ബേസിലോ മന്ത്ലി ബേസിലോ താമസിക്കാം. നമ്മൾ ഈ ഫസ്റ്റ് നമ്മൾ പാലാരിവട്ട ധനശേഷി ഇവിടെ വന്നു. ഇത് 5 ബെഡ്റൂം വീടാണ്. രണ്ടാമത്തെ വീട് അയ്യമ്പള്ളിയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ വീട് അതിനടുത്ത് കണ്ടുവച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഇത് നിലനിർത്തിക്കൊണ്ട് പുതിയ പുതിയ വീടുകൾ എടുക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു നിശ്ചയ ലെവൽ കഴിഞ്ഞാൽ എറണാകുളത്ത് എവിടെ ഇങ്ങനത്തെ വീട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എടുക്കും. അതിനുശേഷം കേരളത്തിൽ എവിടെ വന്നാലും നമ്മളിങ്ങനെ മിത്രവില എക്സ്പാൻഡ് ചെയ്യും. അത് 3 തരത്തിൽ. ഒന്നിങ്ങനെ കൊമേഴ്സ്യലായിട്ട് വേണമെങ്കിൽ വീട് വാടകയ്ക്ക് എടുക്കാം. 2, ഇവിടെ വീടുണ്ട് പക്ഷേ അവിടെ താമസിക്കാൻ ആളില്ലാതെ പുറത്തു പോയിരിക്കുന്ന ആൾക്കാർ, അവരുടെ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആൾക്കാരെയൊക്കെ ശമ്പളം കൂടെ നിർത്തുന്നുണ്ടാവും. അതിൽ നമുക്കത് ഏറ്റെടുക്കാം. വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, അവിടെ കൃഷിയൊക്കെ ചെയ്ത് ഭംഗിയാക്കുകയും ചെയ്യും. മൂന്നാമത്തേത് സീനിയർ സിറ്റിസൺ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുടെ വീടാണെങ്കിൽ അതിന് ബാക്കിയുള്ള മുറികൾ നമുക്ക് മിത്രവിലമാക്കാം. അപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സഹകരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അവരുടെ കാറ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, അവരുടെ മെഡിക്കൽ കെയർ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ മനുഷ്യന്മാർ തമ്മിൽ എങ്ങനെയൊക്കെ സ്നേഹം ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ള ആലോചനയാണ് നമ്മളുള്ളത്. ബാക്കി നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി സ്പേസ് ഇടാണ്. താങ്ക് യു സാറേ. മറ്റേത് എന്താ പറഞ്ഞു? 12-12 തീയതി 10 തീയതി 12 തീയതി എന്തോ പറഞ്ഞു മറ്റേതിന്റെ കമ്പാരിസൺ 21, 22, 23 കമ്പാരിസൺ മുമ്പ്. അതിന് മുമ്പ് 12, 19, 26 തീയതികളിൽ LED ട്രെയിനിങ് പ്രോഗ്രാം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വരാം, ഇഷ്ടമുള്ളവർക്ക് എല്ലാം വരാം. അത് നമുക്ക് നമ്മുടെ കൈകൊണ്ട് ചെയ്തൊരു സാധനം ആ ലൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് തെളിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പം LED ബൾബ് ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. അത് നമ്മൾ അതിന്റെ പാർട്സ് ഒക്കെ എടുത്ത് അസംബിൾ ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് ആ ബൾബ് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം. അപ്പം അങ്ങനെയാണ് അതൊക്കെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ പേര് അഞ്ജന. കേട്ടോ? കേക്കാവോ? ഞാൻ പഠിച്ചത് മ്യൂസിക്കാണ്. പ്രൊഫഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഫോട്ടോഗ്രാഫിയാണ്. ഒരു 17 വർഷത്തോളം ഫോട്ടോഗ്രാഫി ആയിരുന്നു. പിന്നീട് എനിക്കൊരു ഗാലറി ഉണ്ടായിരുന്നു ഒരു 5 വർഷം. അത് കമ്മ്യൂൺ ആയിരുന്നു. എന്റെ തൃശ്ശൂരാണ് സ്വദേശം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മിത്രകുലത്തില് ആണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഇവിടുത്തെ കമ്മ്യൂണില് ഇവിടുത്തെ കോർഡിനേറ്റർ ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി. എൻ്റെ പേര് ജോർജ് KP, തൃക്കാക്കര താമസിക്കുന്നു. ഞാൻ മിത്രകുലമായിട്ട് ഏതാണ്ട് ഒരു 1.5-2 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 3 മാസമായിട്ട് എനിക്കിവിടെ വരാൻ കഴിഞ്ഞില്ല, വേറെ തിരക്കുകളിൽ. മിത്രകുലത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഞാൻ 100% പിന്തുണ നൽകിയാണ്. അപ്പോൾ കൂടുതൽ അന്ന് കണ്ടതിലും വളരെയധികം കുറെ കൂടി പുരോഗമന ശൈലിയിൽ തന്നെയാണ് തോന്നുന്നത്. എല്ലാം ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു. പിന്നെ സാർ പറഞ്ഞ അനിൽ സാർ പറഞ്ഞ ആ സംഭവം അതിന് ഒരു താല്പര്യപ്പെടുന്നു. കഴിയാവുന്ന രീതികളിലൊക്കെ ഞാൻ സഹകരിക്കും. അതോടൊപ്പം എനിക്ക് വേറൊരു കാര്യം പറയണത്, എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. പിന്നെ പറഞ്ഞ സാമ്പത്തിക കാര്യം ഇന്നത്തെ നമുക്ക് എല്ലാവർക്കും കൂടിയൊക്കെ സഹകരിച്ചാലല്ലേ അത് നടക്കുള്ളൂ. അപ്പൊ അതിന്റെ ഞാൻ അനൗൺസറായിട്ട് മീറ്റ് ചെയ്തോളൂ. താങ്ക് യു. എന്റെ ഒരു ദിനേഷ് നാട്ടാ. പിന്നെ പെരുമ്പാലാണ് വീട്. ചെറിയ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് വൈഫുണ്ട്, പിന്നെ മോനുണ്ട്. മോന് പുറത്ത് പഠിത്തത്തിൽ പുറത്താണ്. പഠിത്തം കഴിച്ചൊരു ജോലിയിലായിരിക്കുന്നു. പപ്പയുണ്ട്, മമ്മിയുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാനിത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ ഈ മിത്രകുലത്തെ കുറിച്ച് കേൾക്കാനിടയായത്. ഭാഗ്യവശാലം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടെ കടന്നു വരാനിടയായി. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് ഞാൻ 50 ജസ്റ്റ് കഴിഞ്ഞുള്ളത് കാരണം കൊണ്ട് എനിക്ക് ഈ പറഞ്ഞ കമ്പാഷനേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ജീവിതത്തിന്റെ ഓരോ ജീവിത പന്താവിൽ ഇങ്ങനെ മുന്നോട്ടിങ്ങനെ ഭയങ്കരമായിട്ട് അവരെ 2 ചക്രം ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടുമുട്ടിക്കാനുള്ള തത്രപ്പാടിൽ ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് കമ്പാഷൻ ലവ് ഇതൊന്നും വലിയ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ചെറുപ്പത്തിൽ 22 വയസ്സ് മുതലേ കച്ചവടവും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ നാളുകളിൽ ഒരു 6 മാസം മുന്നേ ഞാൻ വാട്സാപ്പിലൂടെ ഒരു സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനിടയായി. ആ ജോയിൻ ചെയ്യാനിടയതിനു ശേഷമാണ് എനിക്ക് അല്പം കൂടെ ഈ വന്ന് പാരണ്ട് പറഞ്ഞ പോലെ ഈ പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കുന്നു പറഞ്ഞ പോലത്തെ ഒരു കാഴ്ചപ്പാട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയായത്. അങ്ങനെ ഞാൻ കുറച്ച് 5 മാസമായിട്ട് ഞാൻ ഇതായിട്ടുള്ള ആ കൂട്ടായ്മയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് പോകുന്ന സമയത്താണ് മിത്രകുലത്തെ കാണുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും വന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച കടന്നു വരാൻ ഇടയായി, എല്ലാവരെയൊക്കെ പരിചയപ്പെടാൻ ഇടയായി. എന്റെ ജീവിതത്തിലും പറഞ്ഞ പോലെ ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ അനേകം ചേർത്ത് നിർത്തേണ്ട കാലം. ഞാനിപ്പോ ഒരു സോഷ്യൽ മീഡിയ കണ്ട് ചെറിയൊരു കഥ. ഒരു കൊച്ചിങ്ങനെ ഒരു കൂട്ടത്തിൽ ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചുകൊണ്ട് പോവുകയാണ്. കത്തിച്ചുകൊണ്ട് തീരാറായപ്പോ ആ വലിയൊരു ചെറിയ കാറ്റ് വന്നിട്ട് മെഴുകുതിരിനെ കെട്ട് പോകാൻ തുടങ്ങി.
അറ്റത്ത് കെടാറായപ്പോ ഒരു വേറൊരു കൈ കൊണ്ട് പറയാണ്, മോളെന്റെ കൈ ഒന്ന് എന്നെ ചേർത്ത് പിടിച്ചാല് ഞാൻ കെടാതെ നിൽക്കും, ഞാൻ കെടാതെ ഇരുന്നാല് എനിക്ക് അനേകർക്ക് വെളിച്ചമായിട്ട് നിൽക്കാൻ സാധിക്കുമെന്ന്. ഈ നാളുകളിൽ ഞാൻ പഠിച്ചൊരു കാര്യം അനേകരെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ, അനേകരെ ഒന്ന് ചെറുതൊന്ന് താങ്ങിയാൽ അനേകരെ വെളിച്ചങ്ങളായിട്ട് സമൂഹത്തിൽ മാറാൻ സാധിക്കും. അനിൽ സാറ് പറഞ്ഞ പോലെ അനേക അനുഭവങ്ങളുള്ളവരാണ് ഈ 50+ അല്ലെങ്കിൽ 60+ ഉള്ളവർ. ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളൊക്കെ എടുത്ത് അടിയിൽ മുറി 1, 2 തുണ്ടും 2 എന്ന് പറഞ്ഞ ജീവിതത്തിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് കടന്നു വരുമ്പോഴാണ് അതിൻ്റെയൊക്കെ യാഥാസ്ഥികമായിരിക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് മനഃപൂർവ്വം ഇന്ന് എന്റെ മമ്മിയുടെ വീട്ടില് ഓണത്തിന്റെ സദ്യ പരിപാടിയൊക്കെ ഉള്ളതാണ് പ്രോഗ്രാമുകൾ. ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇന്ന് കടന്നു. ഇന്നലെ ഞാൻ മാമിന് ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മാം അത് റീഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അല്ലേച്ചോടും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയിരുന്നു. ഒക്കെ പോട്ടെ. ഇനി അനുവദിച്ചാൽ അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് കൂടെ 22 നാളുകളിൽ മിത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് വലിയ അതിയായ കൊതിയുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഓണാശംസ. ഈ മിത്രകുലം എന്നുള്ള ഐഡിയ എന്നെ വാസ്തവത്തിൽ ഒത്തിരി ആകർഷിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഒരു മിത്രകുലമായിട്ടുള്ള എന്റെ പരിചയം വാസ്തവത്തിൽ ഒരു 3 ആഴ്ചത്തേക്ക് മാത്രമേ ഉള്ളെന്നുള്ളതാണ്. പക്ഷെ ഈ അനിലിന്റെ ഈ സംരംഭം വളരെ ശ്ലാഘനീയമാണെന്നാണ് എന്റെ ഒരു വിലയിരുത്തല്. കാരണം ലോകത്തിലുള്ള എല്ലാവരും വാസ്തവത്തിൽ ഭിന്നിപ്പിക്കലിന്റെ ഒരു ബാധ്യതയാണ്. ഇപ്പം ഒരു പാർട്ടിയാണെ പറയും ഈ ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കാരണമാണ്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നായി നിൽക്കണം എന്ന് ചില പാർട്ടി പറയും. കാരണം പിന്നെ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ എല്ലാവർക്കും വോട്ടാണ് വേണ്ടത്. വോട്ട് വേണം, അധികാരം വേണം. പക്ഷെ ഇങ്ങനെ എല്ലാവരെയും സഹവർത്തത്തിൽ കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം എനിക്ക് വാസ്തവത്തിൽ വളരെ ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഇപ്പൊ തന്നെയാണെങ്കിൽ ഈ വിലക്കയറ്റം തന്നെ രൂക്ഷമാണ്. കാരണം എന്തുകൊണ്ടാണ് ഒരു തരം പിന്നെ ഒരു വല്ലാത്ത ഒരു കോമ്പറ്റീഷനാണ്. കാരണം ബാക്കിയുള്ളവർ എന്റെ പ്രോഡക്റ്റ് മാത്രമേ വിൽക്കാവുള്ളൂ, ബാക്കിയുള്ളവരുടെ ഒന്നും വിൽപ്പിക്കരുത്. ഒരുതരം അഗ്രസീവ് കൊമേഴ്ഷ്യലിസം. പക്ഷെ ഇത് തീർച്ചയായിട്ടും ഇതിനൊരു എൻഡ് ഉണ്ട്. അത് തീർച്ചയായിട്ടും പിന്നെ പരാജയപ്പെട്ടേ പറ്റുള്ളൂ. പണ്ട് ബഹാവുള്ള പറഞ്ഞ പോലെ സമാധാനം സാധ്യമാണെന്ന് നിങ്ങൾ ചോദിക്കരുത്. കാരണം സമാധാനം ഇനവിറ്റബിൾ ആണ്. കാരണം ഇങ്ങനെ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ഒരിക്കലും ഒരു ഇതുണ്ടാകില്ല. ഇപ്പം ഇന്നാള് തന്നെയാണെങ്കിൽ പിന്നെ ഒരു LED ബൾബ് റിപ്പയർ ചെയ്യാനും പിന്നെ മേക്ക് ചെയ്യാനുള്ള ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ സംബന്ധിച്ചു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വേറെ ഒന്നും കണ്ടല്ല, ആർക്ക് വേണേലും വാസ്തവത്തിൽ ചെയ്യാവുന്നതാണ്. കാരണം ഇലക്ട്രോണിക്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. ഒരു 6 പോയിന്റ് സോൾഡർ ചെയ്യണം, പിന്നെ ഒന്ന് ക്രിമ്പ് ചെയ്യണം, ഇത്രയും ചെയ്യേണ്ടതുള്ളൂ. ആർക്കും ചെയ്യാം. തീർച്ചയായിട്ടും ഒരു പണിയില്ലാത്തവരും കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ്. അതുപോലെ കമ്പാഷനേറ്റ് കമ്പാനിയൻ കോഴ്സ് തീർച്ചയായിട്ടും അത് വളരെ, കാരണം ഇതൊരു 2 ജനറേഷൻസിനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പ്രായമായ മനുഷ്യൻ ഒരു വീട്ടിലുണ്ടാകുന്നെങ്കിൽ ഭയങ്കര ഒരു അഭിമാനമായിരുന്നു. പക്ഷെ ഇന്ന് നേരെ തിരിച്ചു. ഇവനെ എങ്ങനെയെങ്കിലും ഗുരുവായൂരോ മറ്റോ കൊണ്ടുപോയി തള്ളണം എന്നുള്ള ഒരു ഇതിലേക്കാണ് വന്ന് നിൽക്കുന്നത്. കാരണം ഇവരെ കൊണ്ട് ഒരു പണിയും ചെയ്യാനും പറ്റിയല്ല. കണിശമായിട്ട് ആഹാരം കൊടുക്കണം. പലതും പിന്നെ സീനിയർ സിറ്റിസൺ ആകുമ്പോൾ മെഡിസിനും നല്ല നന്നായിട്ട് പൈസ ഇതാകും. അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് പാക്ക് ചെയ്ത് സംഗതി ശരിയാക്കാനാണ് ഇന്ന് എല്ലാവരുടെയും ഇത്. തീർച്ചയായിട്ടും ഇത് ഈ ജനറേഷൻസ് തമ്മിലൊരു ഈ സീനിയർ സിറ്റിസൺസിനെ യങ്ങർ ജനറേഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, യങ്ങർ ജനറേഷൻസിന് സീനിയർ സിറ്റിസൺസിനെ മനസ്സിലാക്കാൻ പറ്റിയല്ല. ചില 2 വിധത്തിലും ഉണ്ട്. ചില പ്രായമായവർ പറയും
അവർക്ക് പിന്നെ ഈ പിന്നെ ഈ ചെറുപ്പക്കാർ ചെയ്യുന്ന എല്ലാം കുറ്റമാണ്. നേരെ തിരിച്ച് മറിച്ചുകൊണ്ട് ഈ പ്രായമാർക്ക് ഒന്നും അറിയത്തില്ല ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം പ്രായമായവര് പിന്നെ ഇപ്പൊ ആണെങ്കിൽ ഞങ്ങൾക്ക് കമ്പ്യൂട്ടറുണ്ട്, മൊബൈൽ ഫോണുണ്ട്, ഇന്റർനെറ്റ്, ഇവർക്ക് വല്ലതും അറിയാവോ? ചുമ്മാ ഏതായാലും അവര് കാരണം നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മാത്രമേ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയുള്ളൂ. എന്നെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല, ക്ഷമിക്കണം. എൻ്റെ പേര് ജോസ്. ഞാൻ BSNL ആയിരുന്നു വർക്ക് ചെയ്തത്. ഞാൻ 2011 റിട്ടയർ ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പോഴൊന്നും ഒരു പണിയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ജീവനിലയം എന്ന് പറഞ്ഞ അഗതികളെ നോക്കുന്ന ഒരു മന്ദിരം ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു. ഓരോരുത്തരും അവരവരുടെ പാർട്ടി വലുതാണ്. എന്റെ കേരളം ഒന്നാമതെന്ന് CPM-കാർ പറയും, ഇന്ത്യ ഒന്നാമതെന്ന് BJP-ക്കാരും പറയും, ഇസ്ലാമാണ് ഏറ്റവും നല്ലതെന്ന് മുസ്ലിങ്ങൾ പറയും. അതുപോലെ ഓരോ മതക്കാരും അവരവരുടെ ഗോത്രം, അവരവരുടെ കുടുംബം, അവരവർ ചെയ്യുന്ന മേഖല, അതാണ് മെച്ചം. മറ്റുള്ളവരെക്കാളും മെച്ചം നിറം കൊണ്ടും ഭാഷ കൊണ്ടും നമ്മളാണ് മെച്ചം, എല്ലാവരെക്കാളും മെച്ചം എല്ലാവരും അവകാശപ്പെടും. ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഗോത്രവർഗക്കാരെ ഏറ്റവും ഉൾനാടുകളിൽ ഒരു സംസ്കാരം വരെ തൊട്ട് തീണ്ടാത്ത ആൾക്കാരും അവകാശപ്പെടുന്നതാണ്. അവരാണ് ദൈവത്തിന്റെ ആൾക്കാരെന്നും അവരാണ് ലോകത്തെ ഏറ്റവും മികച്ചവരെന്നാണ് അവരെ അവകാശം. അപ്പം പക്ഷെ ആരും അടുത്തവന്റെ ഇതിൽ നോക്കുന്നില്ല. നമ്മൾ പറയാറില്ലേ, നീ എന്റെ ഭാഗത്ത് കൂടി ചിന്തിച്ചു നോക്കുമെന്ന് പറയില്ല നമ്മൾ ചിലപ്പം നിസ്സഹായാവസ്ഥയിൽ. അപ്പൊ ഓരോ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം. ഓരോ വ്യക്തികളുടെ, ഓരോ നാട്ടിന്റെ അവസ്ഥ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യനിക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. അപ്പോ ഇത് എല്ലാവരും ഒരു കൃത്രിമ ഇതിലാണ് അകപ്പെട്ടിരിക്കുകയാണ്. നമ്മള് നല്ല സദാചാരം നമ്മൾ കരുതുന്നതാണ് സദാചാരം. ഒരു കൃത്രിമ സദാചാരം എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? മതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നാട്ടുകാരുണ്ടാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താണ്, എല്ലാവരും ഇതേപോലെ അവനവന്റെ ആഗ്രഹങ്ങളും ഈ ജീവിക്കാനുള്ള അസുലഭമായ അവസരങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് സന്തോഷമായിട്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷം തനിക്കും തന്റെ കൂടെ ഉള്ളവർക്കും മറ്റുള്ളവർക്കും ഉണ്ടാക്കണം എന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. എനിക്ക് മാത്രം സന്തോഷം കിട്ടണമെന്ന് ഉദ്ദേശിച്ചാൽ എനിക്കും സന്തോഷം കിട്ടൂല. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണമെന്ന രീതിയിൽ ജീവിക്കാം. പിന്നെ എന്നെ പറ്റി പറയണെങ്കിൽ ഞാൻ ചെറുപ്പത്തിലെ മുസ്ലിം പഠിച്ച ഒന്നും ആയില്ല എന്നുള്ള അവസ്ഥ. എവിടെ എത്തിയില്ല. കച്ചവടത്തിലാകട്ടെ മുസ്ലിമാകട്ടെ അപ്പാന്റെ ചെറിയ കച്ചവടം നോക്കി നടത്തുന്നു. പിന്നെ മതമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ നമ്മള് കണ്ടെത്തണം ഇപ്പൊ എന്താണ് നന്മ, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തില് പെടുത്തി അത് മാത്രം നന്മ എന്ന് വിചാരിക്കരുത്. നന്മ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നന്മ ചെയ്യണം. ഏതെങ്കിലും സിദ്ധാന്തത്തിലോ ഒരു ബുക്കിലോ ഒരു ഇതിലോ നമ്മൾ നന്മ കണ്ടെത്തരുത്. മനുഷ്യന് നന്മ എന്താണെന്ന് തോന്നുന്നു, ആ നന്മ നമ്മൾ ചെയ്യണം. ഇപ്പൊ മിശ്രവുമായിട്ട് ഞാൻ കുറച്ചാളായി ബന്ധപ്പെട്ടിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ വാട്സാപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വന്നത് ഒരു 5-8 മാസം മുന്നെയാണ്. ഇന്നാണ് രണ്ടാമത് വരുന്നത്. ഇന്നാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഉണ്ടായത് എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന്. പേര് അഹമ്മദ് സഗീർ, നാട് സ്വദേശം തലശ്ശേരിയാണ്. ഇപ്പം കൊച്ചിയിലാണ്, മാഹിയിലാണ് വീട്, കൊച്ചിയിലാണ് ബിസിനസ്. നമസ്കാരം, എന്റെ പേര് സുനിൽ. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ കോൺസ്റ്റൻസിയിലാണ്. ഞാനൊരു പ്രൊഫഷണലി ഒരു ടീം മാസ്റ്റർ ആണ്. മിത്രകുലത്തെ കുറിച്ച് കുറച്ച് നാളുകൾക്കും ഫേസ്ബുക്കിലൂടെയാണ് ഞാനത് അറിയുന്നത്. മിത്രകുലം ശരിക്കും മിത്രകുലത്തിന്റെ കാഴ്ചപ്പാടുകളും വീക്ഷണവും ഒക്കെ ഞാൻ തുടങ്ങണമെന്ന് വിചാരിച്ച ഒരു സംരംഭമായിരുന്നു. ഞാനത് അനിൽ ജോസ് സാറിനോട് ഇവിടെ വന്ന് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ ഒരു വ്യൂ ആണത്. ഞാൻ ഇങ്ങനെ ഒരു കമ്മ്യൂൺ തുടങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. ഇതിന്റെ എനിക്ക് സാധിക്കാത്തത് മറ്റുള്ളവരിലൂടെ സാധിച്ചപ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഇവിടെ വരാനും ഈ ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാനും, എന്താ പറയാ, ഇന്ന് ഓണത്തിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വീണ്ടും വരുവാനായിട്ട് സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഗാന്ധിജിയുടെ എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്നിരുന്നാൽ കൂടി ഗാന്ധിജിയുടെ സ്വയം പര്യാപ്തത എന്ന നിലയ്ക്ക് പിന്നെ എന്താ പറയാ,
ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെയോടൊപ്പം സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലും കൂടെ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ഈ ഒരു കാഴ്ചപ്പാട് ആദ്യം കൊണ്ടുവന്നത് ഗാന്ധിജി തന്നെയായിരുന്നു. ആ നിലയ്ക്ക് ഗാന്ധിജിയുടെ ഒരു ബഹുമാനമുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തില് ഇങ്ങനെ ആ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ പോലും ഒരു പുതിയ തലത്തില് അതിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതായത് ATD ട്രെയിനിങ്, അല്ലെങ്കിൽ മറ്റേ ലോഷന്റെ ഒക്കെ പ്രൊഡക്ഷൻ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഈ ആക്ടിവിറ്റീസ് ഒക്കെ മറ്റുള്ളവരിൽ ഒരു സ്വയം പര്യാപ്തത നേടിക്കൊടുക്കാനുള്ള ഒരു എന്താ പറയാ ഒരു കാൽവെപ്പ്, അത് ഏറ്റവും മികച്ചതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം. ഓരോ വ്യക്തിയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശേഷി അവനവനിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങള്, ഇവിടെ വന്ന അധികം ആളുകളിലും ഞാൻ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് എല്ലാവരും ഒരു ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിക്കൊണ്ട് ജാതിയില്ല, മതമില്ല, ദൈവമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ എന്തോ ആരോ സൃഷ്ടിച്ചു, ആ സൃഷ്ടിച്ചതിന്റെ പുറകിലൂടെയാണ് ബാക്കിയുള്ളതെല്ലാം നടന്നു പോകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ കാണുന്ന ഒരാളാണ്. അങ്ങനെ കാണുന്നവരിലൂടെ ഞാൻ കാണുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാല്, അവർക്ക് മറ്റുള്ളവരെ എന്താ പറയാ സ്വന്തം സഹോദരനെ പോലെ അംഗീകരിക്കാനുള്ള ഒരു ടെൻഡൻസി അവരിലുണ്ട്. മറ്റേതാകുമ്പം ഒരു ജാതിയുടെ മതത്തിന്റെ ഒക്കെ ഒരു വേലിക്കെട്ടിൽ നിന്ന് എന്താ പറയാ അതിർത്തി നിന്നുകൊണ്ട് വേണം മറ്റുള്ളവരെ കാണാനും ഗ്രഹിക്കാനും. അപ്പം തീർച്ചയായിട്ടും അത് വ്യത്യസ്തമായൊരു സമീപനമാണ്. നമ്മുടെ ഈ മറ്റേ എന്താ പറയാ കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള മാർക്സിയൻ ഐഡിയോളജി പ്രകാരമുള്ള എന്താ പറയാ ദൈവമില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു കമ്മ്യൂണിസം ഉണ്ടല്ലോ, ആ കമ്മ്യൂണിസത്തിൽ നിൽക്കുന്ന ഒരു ഫീല് പോലെ തോന്നി ഇവിടെ വന്നു. നമ്മളതിനകത്ത് മറ്റുള്ളവരുടെ പിന്നെ എന്താ പറയാ വിശ്വാസത്തിലോ അല്ലെങ്കിൽ അവരുടേതായുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നമ്മൾ കയറി ഇടപെടേണ്ട കാര്യമില്ല. കാരണം ഭരണഘടന അവർക്ക് മൗലികാവകാശ പ്രകാരം കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യവും. അവർക്ക് ഏത് മതത്തിൽ വിശ്വസിക്കണം, എന്തായി തീരണം, ആരാകണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യമൊക്കെ അവർക്ക് ഭരണഘടന അവർക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും കയറി ഇടപെടണ്ട. എന്നിരുന്നാൽ കൂടി എല്ലാവർക്കും അവനവന്റെ വിശ്വാസവും അല്ലെങ്കിൽ അവനവന്റെ കാഴ്ചപ്പാടുകളും തന്നെയാണ് വലുത്. അതിനകത്ത് ഒരു മാറ്റം വരുന്നത്. അതിലൊക്കെ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ അല്ലെങ്കിൽ ഇത്തരം കമ്മ്യൂണിറ്റിയൊക്കെ ഞങ്ങൾ വീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ഒരു വൈഡ് റേഞ്ചിലേക്ക് കൊണ്ടുവരണം. ഇതുപോലത്തെ കമ്മ്യൂണിറ്റികൾ എറണാകുളം ജില്ലയിൽ മാത്രമല്ല, എല്ലാ ജില്ലകളിലേക്കും ഭാവിയിൽ ഇതിനൊരു വലിയൊരു ചെയിൻ ഉണ്ടാവണം. എല്ലാവരുടെ ഭാഗത്ത് ശ്രമം ഉണ്ടാവണം. എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഭാവിയിൽ നല്ലൊരു വീടൊക്കെ ഒത്തു കിട്ടുകയാണെങ്കിൽ ഈ മിത്രങ്ങളുമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതല്ലാത്തത് കൊണ്ടും എൻ്റെ പ്രൊഫഷൻ വേറെ ആയതുകൊണ്ടും ഇപ്പോൾ ആ പ്രൊഫഷനിൽ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും ഇവിടെ വന്നതിൽ എല്ലാവരെയും കണ്ടതിലും ഈ ഓണം വളരെ ഹൃദ്യമായി ഇവിടെ ആഘോഷിക്കാൻ കഴിഞ്ഞതിലൊക്കെയുള്ള സന്തോഷം, നിങ്ങളോടൊപ്പമുള്ള സ്നേഹം, അല്ലേട്ടനോടും അഞ്ജനമ്മയോടും ഒക്കെ ഇതിന്റെ ഫൗണ്ടേഴ്സ്, ഇതിന്റെ മറ്റ് സഹ അധികാരികളോടൊക്കെ ഉള്ള നന്ദി കടപ്പാടും അറിയിച്ചു. താങ്ക് യു. എന്റെ പ്രൊഫഷൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ടീം മാസ്റ്റർ ആണ്. ടീം മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മള് പെട്ടെന്ന് വിചാരിക്കും സ്കൂളിലെ മാഷാണ്. എന്നോട് ഇവിടെ വന്നപ്പോൾ ചോദിച്ചു സ്കൂളിലെ മാഷാണെന്ന് ചോദിച്ചു. അതായത് ടീ മേക്കർ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ചിലരതിനെ വ്യാഖ്യാനിക്കും ചായ ഉണ്ടാക്കുന്ന ആള്, ചായക്കാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതല്ല, തീർത്തും ഞങ്ങള് വെറൈറ്റി ടീ, സ്പെഷ്യൽ ടീയുടെ മാസ്റ്ററാണ്. ഏകദേശം ഒരു 100 വെറൈറ്റി ടീ, 50 വെറൈറ്റി കോഫി ഇന്ത്യയിൽ ആരും ചെയ്യുന്നില്ല. അത് ഏകദേശം ഒരു 100 rupees പെർ ടീ, 100 rupees സ്റ്റാർട്ട് ചെയ്ത് ഒരു 15,000 എൻ്റെ പെർ ടീയിൽ വരുന്ന ഒരു പോർഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാം മെഡിസിൻ ഓറിയന്റഡ് ആണ്. നമുക്ക് ആർക്കും ചായ എന്താണെന്നോ കോഫി എന്താണെന്നോ അല്ലെങ്കിൽ മിൽക്ക് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറ്റിയ അവസരം ഇതല്ല. വീണ്ടും ഇനി എന്തെങ്കിലും വരുമ്പോ ഒക്കെ അതിനെക്കുറിച്ച്. എന്റെ പേര് സാഹിത്യ എന്നാണ്. ഞാൻ LMCCയിലാണ് പഠിക്കുന്നത്. എറണാകുളത്താണ്, സാഹിത്യത്താണ്. ഞാൻ 9th-ലാണ് പഠിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് സ്ഥലം മാറിയ പിന്നെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്.
ഇവിടുന്ന് ഓണസദ്യ കഴിക്കാൻ പറ്റില്ല, വളരെ സന്തോഷമുണ്ട്. മെയിനായിട്ട് സദ്യയാണ് പ്രധാനം ഓണത്തിൽ, അതുകൊണ്ടാണ് മെയിനായിട്ട് ഓണത്തിൽ സദ്യയുടെ കാര്യം പറഞ്ഞത്. അപ്പം സദ്യ അടിപൊളിയായിരുന്നു, കെങ്കേമായിരുന്നു. എല്ലാരും സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അത് മാത്രമല്ല, ഇത്രയും നല്ല ഒരു ഒരുമയോടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത അനിലിന് പ്രത്യേക നന്ദി. കുഴപ്പമില്ല, എന്നാലും അനിലിന്റെ കോവക്കേസ് ആയിട്ടുള്ള ആന്റിമാരും ചേട്ടന്മാർക്കും പ്രത്യേക നന്ദി. ഇത്രയും നല്ലൊരു സദ്യയുടെ കഴിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ ഈ കൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, വളരെ ഒരു നല്ല കൺസെപ്റ്റ് ആണ്. അത് മാത്രമല്ല, ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൂടുതൽ ആൾക്കാരായിട്ട്, ഇപ്പം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും കൂടുതൽ ആൾക്കാരായിട്ട് മിണ്ടാനുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് മാത്രം എന്നുവെച്ചാല് ഈ കൺസെപ്റ്റ് തുടങ്ങിയ അനിലും എല്ലാ കാര്യങ്ങളിലും വളരെ ബൂസ്റ്റപ്പ് ആയിട്ട് ഇതിൽ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും വൃത്തിയും മെനയ്ക്കും, എന്റെ ഭാഷ പറഞ്ഞാൽ വൃത്തിക്കും മെനയ്ക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിയല്ല പറഞ്ഞ? അതെ അതെ, മെയിൻ ടോപ്പിക് എന്ന് വെച്ചാല് നിലത്തിരുന്നാണ് നോർത്ത് ഇന്ത്യൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ നിലത്തിരുന്നാണ് കൂടുതൽ ഫുഡ് കഴിക്കാറ്. ബട്ട് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പ്രായമൊന്നും ആയില്ല, എന്നാലും കാലിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം സദ്യ കഴിക്കുമ്പോ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു കുഞ്ഞിലൊക്കെ വരുമ്പോ വയറ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ കുനിയുമ്പോ ഒരു ചെറിയ പ്രശ്നം. പക്ഷെ പിന്നെ എണീക്കാനുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് പരമാവധി നിലത്ത് നിന്ന് കഴിക്കാനുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കുക. പൂക്കളം എന്ന് പറഞ്ഞാല് ആദ്യം പൂക്കളം ഇടുന്നൊന്നും വിചാരിച്ചിരുന്നില്ല. ഇവിടെ പ്രത്യേക പൂക്കളം ആയതുകൊണ്ട് ഉച്ചക്ക് 3 മണി അല്ലേ, 3 മണിക്കാണ് പൂക്കളം ഇട്ടത്. 3 മണിക്കൊന്നല്ല, എത്ര മണിക്കാ? 11 മണിക്ക്. 11 മണിക്കാണ് ഇട്ടത്. ഏകദേശം ഉച്ചയാവർ ആയതുകൊണ്ട് അപ്പൊ 11 മണിക്കാണ് ഇട്ടത്. നോർമലി എല്ലാരും രാവിലെ ഇടല്. പിന്നെ പൂക്കൾ ഇടുന്നൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഇത് വരച്ച ഒരു ഡിസൈൻ ഒന്നും ഒരു ശരിയായില്ല. പക്ഷെ ഇങ്ങോട്ട് ആൾക്കാർ വന്നു, അതേപോലെ ഈ ചേച്ചി വന്നു, ഈ ചേച്ചിയുടെ ചേച്ചി വന്നു. അപ്പൊ ഇവരെല്ലാരും വന്നപ്പോഴാണ് കുറച്ചും കൂടി ഒരു സെറ്റ് ആയിട്ട് പൂക്കളിടാൻ പറ്റിയത്. വളരെ നല്ല ഒരു സ്ഥലമാണ്. എന്റെ പേര് നീലു, ഞാൻ +1 പഠിക്കുന്ന എറണാകുളം ഗേൾസിലാണ് പഠിക്കുന്നത്, എടുത്തേക്കാൻ സയൻസ് ആണ്. പിന്നെ ഇന്നത്തെ ഓണാഘോഷം വളരെ നല്ലതായിരുന്നു. സദ്യയൊക്കെ ഉള്ളത് ആരൊക്കെ ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കറിയൊക്കെ നല്ലതായിരുന്നു. പിന്നെ താഴെ ഇരിക്കണ കാര്യത്തിൽ എനിക്കൊരു ഇതില്ല, താഴെ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഫിറ്റ്നസ് ഇല്ലാന്ന് എനിക്ക് പറയാനുള്ള. ഓടുന്ന ആൾക്കാർക്കൊക്കെ താഴെ ഇരിക്കുമ്പോ ഈ മരുവിലൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വീട്ടിൽ നിന്ന് വെറുതെ ചായം കുടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് താഴെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഈ മരുവിലും വന്നിട്ട് അങ്ങോട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ താഴെ ഇരിക്കാൻ കുഴപ്പമുള്ള ആൾക്കാർ എന്തൊട്ട് ഓടാനും ചാടാനൊക്കെ പഠിക്കുക, അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ വൃത്തകുലത്തിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ഇങ്ങനത്തെ കുറെ വന്നോന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനല്ല പറഞ്ഞേ, സദ്യക്ക് മാത്രം താഴെ ഇരിക്കാനല്ല, താഴെ ഇന്ന് ശീലിക്കണം. വെറുതെ സദ്യക്ക് മാത്രം താഴെ എന്താ കാര്യം? അതൊക്കെ മാസത്തിൽ ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇരിക്കുമ്പോൾ ഇപ്പൊ ചെയറിലാരെയും ചിലവരൊക്കെ ഇങ്ങനെ ചമ്മളം കുത്തി ചേർന്നിരിക്കില്ലേ, അവർക്കൊരു കുഴപ്പമില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ഓണം വരുമ്പോ ഞാൻ എന്റെ സ്കൂളിൽ നോക്കുന്ന എല്ലാവരും ടേബിളിൽ വെച്ചിട്ടൊക്കെയാണ് തിന്നുന്നത്. ഞാനും ടേബിളിൽ വെച്ചിട്ടൊക്കെ തിന്നാറ് ഒരിടക്ക്. ഇപ്പോഴേ ഇങ്ങനെ കാലൊക്കെ അതായപ്പോഴാണ് ഈ കാലൊക്കെ വേനെടുക്കാൻ തോന്നിയത്. രാവിലെ ഓട്ടമില്ല, എക്സസൈസ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ആയതുകൊണ്ടാണ് ഈ കാലം ഞാൻ മരവിക്കുന്നത്. അത് ഇനി വന്നെ അത് കൂടിക്കൂടി അത് കുറച്ച് ഡിസീസ് ഒക്കെ ആവും. അതുകൊണ്ട് പറയണാണ് ഇപ്പൊ തന്നെ തുടങ്ങാം. എന്റെ പേര് ക്രിസ്റ്റി, ഞാൻ പട്ടാമ്പിയാണ് സ്ഥലം. ഞാനിപ്പോ ഇടയ്ക്ക് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്, 3ാമത്തെ പ്രാവശ്യമായിട്ട് വരുവാണ്. അപ്പൊ എൻ്റെ ഇടയ്ക്ക് 2 ആഴ്ച മുന്നേ വന്നിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും എത്താവുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റി. എന്തായാലും വളരെ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ. ഓണാഘോഷം കാര്യങ്ങളൊക്കെ നടന്നു, വളരെ ഭംഗിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു. ഇത് വളരെയധികം ഭംഗിയോടുകൂടി മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രവർത്തനത്തിനും എല്ലാവരും ആശംസകളും നേരുന്നു. എന്റെ പേര് സോണി എന്നാണ്. ഞാൻ മൂവാറ്റുപുഴ സ്വദേശിയാണ്. ഞാൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്.
മിത്രകുലത്തിന്റെ പാലാരിവട്ടം മുതൽ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ആ സമയം മുതൽ ഞാൻ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഇതിന്റെ ആദ്യത്തെ ഇലക്ഷനിൽ വരണാധികാരി ആയിരുന്നു, ഇപ്പോഴും ആണ്. മൂവാറ്റുപുഴയാണ് വീട്. ഇതാണ് വിശേഷങ്ങള്. പിന്നെ മിത്രകുലം നല്ലൊരു കൺസെപ്റ്റാണ്. അത് അന്ന് അന്ന് എന്റെ ഒരു ചിന്ത മൂവാറ്റുപുഴയൊക്കെ ഒരെണ്ണം ഉടനെ വരുമെന്നായിരുന്നു. ഇനിയാണെങ്കിലും വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണസദ്യ പോലെയുള്ള പരിപാടികൾ വളരെ നല്ലതാണ്. എനിക്കും ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത് വലിയ സന്തോഷമാണ്. ഇത്രയൊക്കെ പറയാം.